ഞാൻ ശ്യാമ് പറഞ്ഞൊരു കാര്യം ചില അവസാനിപ്പിച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ചോദ്യം, ഇപ്പോൾ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ലീഗിന് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് ലീഗ് പറയുന്നു. സതീശനെ മുൻനിർത്തി കൊണ്ടുവരുന്നു. എൻ്റെ ചോദ്യം, ഇതൊരു തന്ത്രമാണെങ്കിലോ? സതീശനെ മുൻനിർത്തി കൊണ്ടുവരികയും KCയെയും നമ്മുടെ രമേശ് ചെന്നിത്തലയും വെട്ടുകയും ചെയ്യുക. അല്ല, അവിടെ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, അവിടെ വേറൊരു വലിയ തമാശയുണ്ട്. അനുവേട്ടും പോയിന്റ് ചെയ്തു അത്. കാരണം ഈ കോൺഗ്രസിൽ പൊതിരടിയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിക്കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പറയാൻ പറ്റില്ല, അഖിലേന്ത്യാ നേതൃത്വം പറയാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം 20 സീറ്റുകൾ അവർ നേടിയപ്പോൾ അവർക്ക് 5 മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നു. 5ാം മന്ത്രിസ്ഥാന വിവാദം നമുക്കറിയാലോ. 20 ഇപ്പോൾ അവർ 24 23 സീറ്റുകൾ നേടില്ല എന്നാണ് നമ്മൾ കണക്കൂട്ടൽ. നേടിയാൽ അവർ ചോദിക്കുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് 35 36 38 സീറ്റുകൾ നിൽക്കാം. 2011 38 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് 10 മന്ത്രിസ്ഥാനം കരസ്ഥമാക്കി. അന്ന് 20 സീറ്റുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അവർ ചോദിച്ചത്, അവരുടെ പകുതിയിലധികം സീറ്റുള്ള ഞങ്ങൾക്ക് പകുതി മന്ത്രിസ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ലീഗ് ചോദിക്കുകയാണ്, 23 അല്ലെങ്കിൽ 24 സീറ്റുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ആയിക്കൂടാ? ഇവിടുത്തെ ഈ തർക്കം തീരുന്നത് വരെ 1 2 വർഷം അല്ലെങ്കിൽ 2 പകുതി ടൈം നമ്മൾ മുഖ്യമന്ത്രി ആയിരുന്നാൽ എന്ത് പ്രശ്നം? അല്ല, ഞാനതിനകത്ത് ഏറ്റവും ആശങ്കപ്പെടുന്നത് ഗൗതം, ഈ എങ്ങാനും UDF അധികാരത്തിൽ വന്ന നമ്മുടെ ഈ മന്ത്രികളൊക്കെ പേരുകൾ പച്ച പെയിന്റ് അടിക്കും, പച്ച പായസം വീണ്ടും വരും. ഓർമ്മയില്ല? പച്ച പായസം, പച്ച ലഡു, അതൊക്കെ തീർച്ചയായിട്ടും കുഞ്ഞാപ്പയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ പറ്റൂ. ആ ചർച്ച അവസാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഈ നേരത്തെ ശ്യാം ചോദിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡ് പറയുകയാണ്. കാരണം രാഹുൽ ഗാന്ധിക്കും പറയുന്ന പെങ്ങൾക്കും എല്ലാം പ്രിയങ്കയ്ക്കും എല്ലാം ഇനിയും മത്സരം ജയിക്കണമെങ്കിൽ ഇവിടെ ലീഗ് വേണം. അപ്പോൾ ഒരു തവണ മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടി 2.5 വർഷം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിന് അത് തള്ളിക്കളയാൻ പറ്റും? ചങ്കൂറ്റം ഉണ്ടാവും ഇത് ചോദ്യം ചെയ്യാൻ. ഏത് കോൺഗ്രസ് നേതാവിന് ചങ്കൂറ്റം ഉണ്ടാവില്ല. കാരണം രാജശേഖർ റെഡ്ഡിയെ പോലുള്ള രാജശേഖർ റെഡ്ഡിയുടെ ഭാര്യയ്ക്ക് മണിക്കൂറുകളോളം അവിടെ ഡൽഹിയിൽ പോയിരുന്നത് സോണിയെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ച രാഹുലും പ്രിയങ്കയും പോയി പാണക്കാട്ട് പോയി തങ്ങളെ കണ്ട് ഒരു പച്ച ലഡുവും മേടിച്ചാൽ ഒരു 10 ഷാളിട്ട് പോകുന്നൊരു ഗതികേടാ. അങ്ങോട്ട് വഴങ്ങേണ്ട അവസ്ഥയാണ്. കാരണം ഈ രാജ്യത്ത് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണുമ്പോൾ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് വന്നാൽ സംസ്ഥാന പ്രസിഡന്റ് എഴുന്നേക്കേണ്ട അവസ്ഥ ലീഗ് മാത്രമേ ഉള്ളൂ. അവിടെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ രാഹുലിനും പ്രിയങ്കയ്ക്കും എന്റെ ചോദ്യം, എന്തിനാണ് ഈ തന്ത്രപരമായി ലീഗ് KC വേണുഗോപാലിനെ വെട്ടിയിരിക്കുക? എന്തായാലും KC വേണുഗോപാലിനാണല്ലോ വെട്ടിയത്. അതിന് പറഞ്ഞ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് സംസ്ഥാനത്ത് 2 ഉപതെരഞ്ഞെടുപ്പ് വരും. KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ ഇതിനു മുമ്പ് എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. പക്ഷേ എൻ്റെ ചോദ്യം, അത്തരമൊരു നിലപാട് സ്വീകരിച്ചതിലൂടെ KC എന്ന് പറഞ്ഞ നേതാവിന് വെട്ടുകയല്ലേ ഇവർ ചെയ്തത്? അല്ലേ ഗൗതം? തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ശ്യാമും അനൂപ്ജിയും സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് മെയിൻ റീസൺ എന്ന് പറയുന്നത് VDയെ കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ്. കാരണം VDയുടെ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിക്കുന്ന നിലപാട്, ദേശീയ പ്രസ്ഥാനങ്ങളെ വിമർശിക്കുന്ന VDയുടെ നിലപാട്, അപ്പോൾ ഇതെല്ലാം ഈ തീവ്ര മുസ്ലിങ്ങളുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ ഇപ്പോൾ മുസ്ലിം തീവ്രവാദികളുടെ കയ്യടി നേടുന്ന വ്യക്തിയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ലീഡർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഹിന്ദുത്വമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തി ഒരു അഭിപ്രായമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും NSSുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന, എപ്പോൾ വേണമെങ്കിലും NSS ആസ്ഥാനത്ത് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് 2 പ്രബല സമുദായങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ശ്യാമും അനുജിയും രഞ്ജിത്തേട്ടനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ്. അതായത് ഒരു തീവ്ര മുസ്ലിം ഫേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ലീഗിന്റെ തന്ത്രം. ഞാൻ അതിനൊരു ഏഡ് ഓൺ ചെയ്തോട്ടെ. എന്തുകൊണ്ട് കൊടുക്കുന്ന സുരേഷിനെ ഇവര് പരിഗണിക്കുന്നില്ല? എന്തിനാ നിങ്ങൾ KC വേണുഗോപാൽ, VD സതീശൻ, ഈ പറയുന്ന ചെന്നിത്തല എന്ന് മാത്രം പറയുന്നു? ഈ 2024 കോൺഗ്രസ് വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കി എന്തിനായിരുന്നു? ഒരു ദളിത് മുഖം ലോക്സഭയിൽ ഒരു ദളിത് മുഖം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വലിയ വാളല്ലേ ഉണ്ടാക്കിയത്? എന്തുകൊണ്ട് നമുക്ക് അഭിമാനത്തോടു കൂടി ഒരു ദളിത് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നൂടെ ഇവിടെ? ഞാൻ ഒന്ന് ചരിത്രത്തിലോട്ട് പോവാണ്. 1960 PSPയും മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് കേരളത്തിൽ സഖ്യം ചേരുമ്പോൾ അന്ന് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കണ്ട എന്ന നിലപാട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുണ്ടായിരുന്നു. കാലം വരുമ്പോൾ അതായത് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുത്തില്ല. കാരണം ഇതൊരു വർഗീയ പാർട്ടിയാണെന്നും നമ്മുടെ നാട് വിഭജിച്ചൊരു പാർട്ടിയാണെന്നും പറഞ്ഞ കോൺഗ്രസ് ആണ്. ഗതികേട് കാലം ഇങ്ങ് വരുമ്പോൾ
അതായത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാകണമെന്നൊക്കെ ലീഗ് ചർച്ച ചെയ്യുന്ന പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്താ ശ്യാമി, ഈ ഞാൻ കുറച്ചു കാലത്തെ ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ ഒരു 2016 വരെ ഈ 3 പേരിൽ ഏറ്റവും അധികം ലീഗിന് താല്പര്യമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല. ഏത് നിമിഷം വേണമെങ്കിലും പാണക്കാട് ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നത് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാടുമാണ്. ഒരു 5 വർഷം കൊണ്ടാണ് ഈ ഒരു അകൽച്ച ഉണ്ടായതും വി ഡി സതീശനിലേക്ക് ലീഗ് കേന്ദ്രീകരിക്കപ്പെട്ടത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും അത് ഗൗതം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് വി ഡി സതീശന്റെ പോയിന്റ്, എന്താണ് വി ഡി സതീശന്റെ ക്വാളിറ്റി, അത് ഇത് തന്നെയാണ്. അത് വി ഡി സതീശന്റെ തന്ത്രമാണോ? അത് ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശൻ, ഞാൻ ഇപ്പോഴും പറയാണ്, വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ പറയാണ്, ഈ എൻ്റെ ആരോപണം, എൻ്റെ ആർഗ്യുമെന്റ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കളിപ്പാവയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ച, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഒരു കളിയുണ്ട് ഇതിനകത്ത്. ലീഗിന്റെ രാഷ്ട്രീയത്തിലൊക്കെ മാറി അത് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സാധനം. ഇപ്പൊ കെ എം ഷാജിക്ക് സുരക്ഷിതമായ വേങ്ങര പോലൊരു സീറ്റ് എങ്ങനെ കിട്ടി? കെ എം ഷാജിയുടെ എന്താണ് കോൺട്രിബ്യൂഷൻ? മതമാണ് പ്രശ്നം. ഞങ്ങൾ ഇനി മതത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അധികാരം വേണം. ഈ കെ എം ഷാജി അടക്കം നാളെ മന്ത്രി അധികാരം കിട്ടുവാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണ്. അപ്പൊ കെ എം ഷാജിയെ പോലെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന ഒരാള് ഇത്ര സേഫ് സോണിലേക്ക് കൊണ്ട് മത്സരിപ്പിച്ച് അവിടെ നിർബന്ധമാണ് ലീഗിന് എന്തായാലും നിയമസഭയിൽ എത്തിക്കണം, അധികാരം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാക്കണം. രാഷ്ട്രീയമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഈ കോൺഗ്രസിനുള്ളിൽ പേര് മതേതര പാർട്ടി എന്നാണ്. ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഈ പറയുന്നത് പോലെയുള്ള ലീഗിന്റെ അടിമത്വം അനുഭവിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരുടെ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു ശക്തി വരും ദിവസങ്ങളിൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ? തീർച്ചയായും അത് എന്തായാലും നമുക്കത് കാത്തിരിക്കേണ്ടതാണ്. അല്ല, ഇതിനകത്ത് ചുരുക്കം പറഞ്ഞാല് ഇപ്പൊ LDFന്റെ ഭരണമാണ് SDPI കാരൻ അഴിഞ്ഞാടും ഒരു ഭാഗത്ത്, PDP കാരന്റെ സ്വാധീനം അതിനകത്തുണ്ടാവും. UDFന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ ലീഗും ജമാഅത്തെ ഇസ്ലാം, അതായത് ഇത് രണ്ടും വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുന്നത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്. കാരണം ഈ 10 വർഷക്കാലം നമ്മൾ കണ്ടതാണ് SDPI പോലെ ഒരു ഭീകര സംഘടനയായിട്ട് ഉമ്മാര് എത്ര പഞ്ചായത്തുകളിൽ സഖ്യം ഉണ്ടാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ PDPയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയെങ്കിലും മതേതര പാർട്ടിയാണ് ഗൗതം ഇവർക്ക്. അതെ, പിന്നെ നേരത്തെ മതേതര പാർട്ടി, SDPI ഇപ്പൊ മതേതര പാർട്ടി, നാളെ ലഷ്കർ-ഇ തൊയ്ബ വരെ ഇവർക്ക് മതേതര പാർട്ടിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. അതായത് 2 മുന്നണികൾ അധികാരത്തിലിരുന്നാലും ഇത്തരം ഇസ്ലാമിക് ഗ്രൂപ്പുകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകും. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെ ഇതിൽ നിന്ന് കോൺഗ്രസിന് മറികടക്കാൻ പറ്റും? കോൺഗ്രസിന് ഏത് തരത്തിൽ ഇതിൽ നിന്ന് മറികടന്ന് മറ്റൊരു സംവിധാനത്തിലേക്ക് പോകാൻ പറ്റും? കാരണം ഇതിൽ നിന്ന് ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി പെട്ടി തുറക്കാൻ ഒരു 3-4 ദിവസം ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഇത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുകയും ഈ കോൺഗ്രസിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് മറികടക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗ്രൂപ്പുകളുടെ പിന്തുണ, കാരണം കോൺഗ്രസ് 2005-ൽ കരുണാകരന്റെ നേതൃത്വത്തിൽ പിളർന്നതിന് ശേഷം കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിലും നല്ല പെർഫോമൻസ് നടത്താൻ പറ്റിയിട്ടില്ല. എന്നേക്കാൾ നന്നായിട്ട് ഈ കാര്യം രഞ്ജിത്തായിട്ട് അറിയാമല്ലോ, താങ്കൾ കോൺഗ്രസ് പൊളിറ്റിക്സ് നന്നായിട്ട് നോക്കുന്നത്. അപ്പം 2005-ലെ പാർട്ടി പിളർപ്പിന് ശേഷം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കരുണാകരൻ അന്ന് പിളർത്തിയതിനു ശേഷം ദുർബലമാണ്. അതോടുകൂടി ലീഗ് പോലുള്ള പാർട്ടികളെ കൂടെ കൂട്ടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം 2005-ന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നന്നായിട്ട് പെർഫോം ചെയ്തില്ല. 2001-ന് ശേഷം, അതായത് 2005 പിളർന്നു, പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ എത്തി അന്ന് മുതൽ. അതെ. അല്ല, ഒരു പോയിന്റ് കൂടെ, ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടാണ് ശരിക്കും തുടങ്ങിയത്. എല്ലാവരും ഉമ്മൻചാണ്ടി ദൈവമാന്നൊക്കെ പറയും, പക്ഷെ ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം കോൺഗ്രസ് ഒരിക്കൽ പോലും നന്നായി പെർഫോം ചെയ്തിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രത്യേക 93 കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റുന്ന ലീഗിന്റെ കൂടെ ഇടപെടൽ, അതിനുശേഷമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ലീഗിന്റെ ഇത്രമാത്രം ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്. കരുണാകരന്റെ ഒരു മെയ്വഴക്കുണ്ടായിരുന്നു. ഏത് പാർട്ടികളായാലും അത് ആ പാർട്ടി ഒതുക്കാൻ കരുണാകരൻ വിരുദ്ധമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന AK ആന്റണിക്കാണ്, ഉമ്മൻചാണ്ടിക്കാണ് അങ്ങനെ ഒരു വിരുദ്ധമുണ്ടായില്ല. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് AK ആന്റണിയെ മറികടന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ വേണ്ടി ലീഗിന്റെ ഒരു വലിയ സഹായം. ഉമ്മൻചാണ്ടി അതിനകത്ത് ഉമ്മൻചാണ്ടിയാണ് ഒരുപക്ഷെ ഒരു പരിധിവരെ പറഞ്ഞാൽ ലീഗിന് ഇത്രമാത്രം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പിടി കൊടുത്തു. ഇന്ന് എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനം, ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് ആരോ പറഞ്ഞു, ഈ അഹമ്മദിനെ രാജ്യസഭയിലേക്ക് വിടുന്ന സമയത്തിന് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ നായർ ചോദിച്ചു, കരുണാകരനാണ് മുഖ്യമന്ത്രി, എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന്റെ കരുണാകരന്റെ മറുപടി, താങ്കൾക്ക് രാഷ്ട്രീയം അറിയില്ല, ഇത് മറ്റു പലതിനും വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. അന്ന് ലീഗിന് അമിതമായ പ്രാധാന്യം കൊടുത്തതിൽ കരുണാകരനും താല്പര്യമുണ്ട്, റോളുണ്ട്. പിന്നീട് അത് 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അത് പരിപൂർണമായ ഇതായി.
ഞാൻ ചോദിട്ടെ, NSS ഇടപെട്ടുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഒരു വകുപ്പ് മാറ്റിയപ്പോഴാണ് 5ാം മന്ത്രിസ്ഥാനം വരുന്നത്. തീർച്ചയായും NSS ഇടപെട്ടുകൊണ്ട് ഒരു NSS അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സമുദായത്തിന്റെ ഒരു സ്വാധീനം കൊണ്ട് അപ്പോൾ ഇവർ ചോദിച്ചു ഒരു മന്ത്രിസ്ഥാനം കൂടി ചോദിച്ചു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 20 സീറ്റുകൾക്ക് മുകളിൽ ലീഗിന് വരികയാണെങ്കിൽ 6 മന്ത്രിസ്ഥാനം ലീഗ് ചോദിക്കും. തീർച്ചയായും 6 മന്ത്രിസ്ഥാനം ചോദിച്ചില്ലെങ്കിൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. ഒടുവിൽ തർക്കം വരികയാണെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് ലീഗിന്റെ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കരുതിയിരിക്കാം. എന്തായാലും ഈ എഡിറ്റോറിയൽ ഡിസ്കഷൻ നമുക്ക് തുടർ ദിവസങ്ങളിലും കൃത്യമായി തന്നെ ഓരോ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ വ്യൂ പോയിന്റ് കൃത്യമായി തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓൾവേസ് നേഷൻ ഫസ്റ്റ്.